ഐസിസിന്റെ മാതൃകയിൽ ഹിന്ദു പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് മതപരിവർത്തനം നടത്തുന്ന സംഘം ഇന്ത്യയിലും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ഇവരുടെ ഇരകൾ. ഇരവലയിൽ കുരുങ്ങിയാൽ തീവ്രവാദ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് മതപരിവർത്തനം നടത്തും. ആഗ്രയിലെ സദാർ ബസാർ പോലീസ് സ്റ്റേഷനിൽ സഹോദരികളായ 2 പെൺകുട്ടികളെ കാണാനില്ല എന്ന പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഐസിസ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന മതപരിവർത്തന സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. UAE, കാനഡ, ലണ്ടൻ, US എന്നിവിടങ്ങളിലൂടെ ലഷ്കർ-ഇ തോയ്ബ ധനസഹായം നൽകുന്നതായി സംശയിക്കുന്ന ഒരു ശൃംഖലയിലേക്കുള്ള ബന്ധം ഈ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യം. ഈ സംഘത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത് ലഷ്കർ-ഇ തോയ്ബ വഴി അന്താരാഷ്ട്ര ചാനൽ വഴിയാണ് ഈ സഹായം ലഭ്യമാവുക. ഗോവയിലെ ആയിഷ എന്ന SB കൃഷ്ണയാണ് ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കാനഡ ആസ്ഥാനമായുള്ള സയ്യിദ് ദാവൂദ് അഹമ്മദിൽ നിന്ന് പണം സ്വീകരിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആയിഷയുടെ ഭർത്താവ് ഹസൻ അലിയാണ് ഇവരുടെ നിയമ ഉപദേശകൻ. മതപരിവർത്തനത്തിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നത് ഇയാളാണ്. ആഗ്രയിലെ അബ്ദുൾ റഹ്മാൻ ഖുറൈഷി, കൊൽക്കത്തയിലെ ഒസാമ തുടങ്ങിയ പ്രധാനികളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ദി സുന്നത്ത് ചാനൽ എന്ന യൂട്യൂബ് ചാനൽ വഴി തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രസംഗിച്ചുകൊണ്ട് ഖുറൈഷിയാണ് പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. ദില്ലി ആസ്ഥാനമായുള്ള മുസ്തഫ എന്ന മനോജാണ് വ്യാജരേഖകൾ ചമച്ച് പെൺകുട്ടികൾക്ക് പുതിയ ഫോണുകളും വ്യാജ സിം കാർഡുകളും നൽകുന്നത്. തീവ്രവാദത്തിലേക്ക് നീങ്ങുന്ന പെൺകുട്ടികളെ കണ്ടെത്താതിരിക്കാൻ പെൺകുട്ടികളെ രഹസ്യമായി ബസ്സിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും. സംഭവത്തിൽ ആഗ്ര പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ അബ്ദുൾ ഖുറൈഷി ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇയാൾ പൊതുവെ ആരോടും അധികം സംസാരിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അബ്ദുൾ ഖുറൈഷിക്ക് മേൽ ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് തങ്ങൾക്കൊരു ധാരണയും ഇല്ല എന്നും അപൂർവമായി മാത്രമേ ഇയാൾ പുറത്തിറങ്ങാറുള്ളൂ എന്നും മാതാപിതാക്കൾ അവകാശപ്പെടുന്നു. 12ാം ക്ലാസ് പരീക്ഷയിൽ പരാജയപ്പെട്ട മകൻ എങ്ങനെ ഇംഗ്ലീഷിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോകുമെന്നാണ് അവരുടെ ചോദ്യം. ജൂലൈ 17-നാണ് മകനെ അറസ്റ്റ് ചെയ്തത് എന്നും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയെന്ന കാര്യം അറിയില്ല എന്നും ഖുറൈഷിയുടെ പിതാവ് പറഞ്ഞു. പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇത്തരം സിൻഡിക്കേറ്റ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെയും ഓൺലൈൻ സെഷനിലൂടെയുമുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തിയാണ് സംഘം മതപരിവർത്തനം നടത്തുന്നത്. ഇങ്ങനെ വശീകരിക്കുന്ന പെൺകുട്ടികളെ വ്യാജ ഐഡന്റിറ്റിയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തും. ആഗ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാണാതായ പെൺകുട്ടികളിൽ മൂത്ത സഹോദരി സുവോളജിയിൽ MPhil ബിരുദധാരിയായിരുന്നു. ആഗ്രയിൽ നടന്ന ഒരു കോച്ചിംഗ് ക്ലാസ്സിനിടെ ഈ പെൺകുട്ടി സൈമ എന്ന കാശ്മീരി സ്ത്രീയെ പരിചയപ്പെട്ടു. 2021-ൽ സൈമയോടൊപ്പം പെൺകുട്ടി കാശ്മീർ സന്ദർശിച്ചു. അതിനുശേഷമാണ് മതപരിവർത്തനം നടത്തിയത്. ശേഷം കുടുംബം കണ്ടെത്തി വീട്ടിൽ തിരിച്ചെത്തിച്ചു. എങ്കിലും 2025 മാർച്ചിൽ 19-കാരിയായ സഹോദരിയുമായി വീണ്ടും അപ്രത്യക്ഷമായി. ഇവരെ പിന്നീട് കൊൽക്കത്തയിൽ വെച്ചാണ് കണ്ടെത്തിയത്. മൂത്ത മകളെ ആദ്യം കാണാതായ സമയത്ത് അവൾ ഹിന്ദു ആചാരങ്ങളോട് ശത്രുത പുലർത്തുകയും വർഷങ്ങളായി പാലിച്ചു പോകുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തെന്ന് കുടുംബം പറയുന്നു. ഈ സമയത്താണ് പർദ്ദയും ഹിജാബും ധരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തത്. വീട്ടിൽ 2 പെൺകുട്ടികളും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. മൂത്ത കുട്ടിയുടെ സ്വാധീനത്തിൽ ഇളയ കുട്ടി ഇരയായെന്നും കുടുംബം ആരോപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ ഈ സംഘം ഇളയ മകളെ ലക്ഷ്യം വെക്കും എന്ന ഭയവും കുടുംബത്തിലുണ്ട്. സൈമയെ പരിചയപ്പെട്ടതോടെയാണ് മകളുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായത്. അവൾ ഇസ്ലാം മതത്തിനു വേണ്ടി വാദിക്കുകയാണിപ്പോൾ. കാശ്മീരിൽ പോയി വന്നതിന് ശേഷം മകൾ നിസ്കരിക്കാൻ ആരംഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ 2 പെൺകുട്ടികളെയും കാണാതായി. അന്വേഷിച്ചപ്പോൾ അവരെ കണ്ടെത്തിയത് കൊൽക്കത്തയിൽ നിന്ന്. എന്റെ പെൺമക്കളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി നിക്കാഹ് വഴി വിവാഹം കഴിപ്പിക്കുക, ഇതായിരുന്നു ഈ സിൻഡിക്കേറ്റിന്റെ വ്യക്തമായ ലക്ഷ്യമെന്ന് മാതാപിതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.